എന്നെ ഞാനാക്കിയത് ആ ബിസിനസ്സാണ്. സെക്യൂരിറ്റി സർവീസ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെങ്ങനെയാണ്? അധികമില്ല, കുറച്ച് തിയേറ്ററുകൾ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. നമ്മളൊന്ന് സക്സസ് ആയി വന്നതിന് ശേഷം ഒരു വലിയ വീഴ്ച എന്ന് പറഞ്ഞാൽ വലിയ കൊക്കയിലേക്ക് പതുക്കുകയാണ്. ഇപ്പോൾ കറുകച്ചാലിൽ വരുന്ന 2 സ്ക്രീനാണ്. പിന്നെ മല്ലപ്പള്ളിയിൽ 2 സ്ക്രീനിൻ്റെ 28-ാം തീയതി അതിന് കല്ലിടുകയാണ്. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ഓരോ എപ്പിസോഡിലും പുതിയ പുതിയ സംരംഭങ്ങളെയും സംരംഭകരെയുമാണ് പരിചയപ്പെടുത്താറുള്ളത്. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു സംരംഭകനും അതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകനുമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളെയും അദ്ദേഹത്തെയും ഒന്ന് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ പൊതുപ്രവർത്തകനായ സംരംഭകൻ ശ്രീ ജിജി അഞ്ചാനി. അദ്ദേഹം കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിൻ്റെ സംരംഭക വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞു വരാം. നമസ്കാരം ജിജി. നമസ്കാരം. എങ്ങനെയാണ് പൊതുപ്രവർത്തനവും സംരംഭവും കൂടെ എങ്ങനെ സാധിക്കുന്നു? ശരിക്കും ഈ നമ്മൾ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യത്തിലാണ്. അപ്പം ഞങ്ങൾ 8 മക്കളാണ്, 7 ആണും 1 പെണ്ണും. ഞങ്ങൾ ചാച്ചനൊരു സാധാരണ ഒരു ടാക്സി ഡ്രൈവറായിട്ട്, പിന്നെ ഇടയ്ക്ക് വണ്ടി ഉണ്ടായിരുന്നു, പിന്നെ റേഷൻ കട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ 8 മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പം വളർന്നു വന്നപ്പോൾ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് ഈ പൊതുപ്രവർത്തനം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പൊതുപ്രവർത്തനം പൂർണ്ണമായിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിലില്ലാതെ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി നമുക്ക് ഒരു അടിത്തറയും കൂടി ഇല്ലാതെ നമുക്ക് പൊതുപ്രവർത്തനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഒരു ബിസിനസ്സിനെ പറ്റി ആലോചിച്ച് ബിസിനസ്സും പൊതുപ്രവർത്തനവും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ ഈ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ കൂലിപ്പണികൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങി. പെയിൻറ്റിങ്ങിനും പ്ലംബിങ്ങിനും ഒക്കെ ആയിട്ടുള്ള തൊഴിലുകളായിരുന്നു ആദ്യം. തൊഴിലിന് പോകുമായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളിലൂടെ അങ്ങനെ ആ തൊഴിലിന് പോയി അപ്പോൾ എൻ്റെ പാർട്ടിയിലെ ഒരു ലീഡറാണ് പറഞ്ഞത്, എനിക്ക് നന്നായിട്ട് സംസാരിക്കാനുണ്ട്, നീ മാർക്കറ്റിംഗ് മേഖലയിലൊന്ന് പോയിക്കൂടെ, ഈ പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ നിർത്തി നിനക്കൊരു മാർക്കറ്റിംഗ് മേഖലയിലോട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനങ്ങനെ ഒരു സ്ഥാപനത്തിലൊരു മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് കോട്ടയത്ത് ജോലി ആരംഭിച്ച് അങ്ങനെ നിരവധി കാലങ്ങൾ അങ്ങനെ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് പാലായും കോട്ടയം ഒക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തിട്ടാണ് ഒരു സ്വന്തം ഒരു പരിപാടിയിലേക്ക് വന്നത്. ആദ്യം ഈ കാർ ലോൺ പരിപാടികളൊക്കെ ആയിരുന്നു. അതിനുശേഷം മെയിനായിട്ട് തുടങ്ങിയത് സെക്യൂരിറ്റി സർവീസ് ബിസിനസ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ബ്രദറിൻ്റെ IT സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് US-ലാണ്. അതിൻ്റെ ഒരു ഡയറക്ടറായിട്ട് അതിൻ്റെ നടത്തിപ്പായിരുന്നു ആദ്യം. വലിയ കുഴപ്പമില്ലാത്തൊരു ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു 2007-8 കാലഘട്ടത്താണ് എൻ്റേതായ പൊതുപ്രവർത്തനം നടത്തുന്നതിന് ആ ഒരു ജോലി. അവിടെ ഒരു ബ്രദറിൻ്റെ കമ്പനി ആണെങ്കിൽ പോലും അവിടെ നമുക്ക് പലപ്പോഴും നമ്മുടേതായ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ നമ്മൾ പൊതുപ്രവർത്തനം നടത്തുന്നതിന്. കാരണം എപ്പോഴും അവിടെ സാന്നിധ്യം IT കമ്പനി കൂടെ ആയിരുന്നു വേണ്ടത്. അതുകൊണ്ട് അവിടെ നിന്ന് ഉപേക്ഷിച്ചാണ് സ്വന്തമായി ഒരു സെക്യൂരിറ്റി സർവീസ് ആരംഭിച്ചത്. അത് ഏത് വർഷമായിരുന്നു? ഒരു 2009, ഒരു 16 വർഷത്തോളമായി. അപ്പോൾ അത് ഒരു സ്റ്റാഫിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 10,000 ജീവനക്കാർ പല സംസ്ഥാനത്തായിട്ട് 10-20 സംസ്ഥാനത്തായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുപ്രവർത്തനത്തിൽ ഒപ്പം നമുക്കൊരു വരുമാന മാർഗം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാമ്പത്തിക ഇടപാടുകളിൽ ഒരിക്കലും ഒരു പേരുദോഷം ഉണ്ടാകാതെ നമുക്ക് മറ്റൊരാളുടെ നിന്നും ആശ്രയിക്കാതെ പിന്നെ അതുകൂടെ മറ്റുള്ളവരെ സഹായിക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ ഈ ബിസിനസ്സിലൂടെ എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും. അതാണ് എൻ്റെ പൊതുപ്രവർത്തനത്തിൽ എൻ്റെ അടുത്ത് വരുന്ന ഒരാളെയും നിരാശരാക്കി വിടാതെ ആളുകളെ ഒരുപാട് സഹായിക്കാൻ പറ്റുന്നത്. അതൊരു വലിയൊരു സന്തോഷം ഉള്ള കാര്യമാണ്. രാഷ്ട്രീയം ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടില്ല? ഒരിക്കലും ഇല്ല. അത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. പ്രവർത്തകനായ ജിജി അഞ്ചാനി 2019 ഇങ്ങനെ ഒരു സെക്യൂരിറ്റി സർവീസ് സ്ഥാപനം തുടങ്ങുന്നത് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പാണോ അതിന് ശേഷമാണോ നമ്മൾ ഈ തിയേറ്റർ രംഗത്തേക്ക് വരുന്നത്, സിനിമ തിയേറ്റർ? ആക്ച്വലി എനിക്ക് സിനിമയെന്ന് പറയുന്നത് ചെറുപ്പം മുതൽ വലിയൊരു ഇഷ്ടമുള്ള ഒരു കലയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ആകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അതിലെന്താകണം നിർമ്മാണത്തിലേക്ക് ഞാൻ കടന്ന ആദ്യം.
പക്ഷെ നിർമ്മാണം അത്ര അങ്ങോട്ട് വിജയകരമായിരുന്നു. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ ഒരു സിനിമയുടെ കഥ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞതാണ് തിയേറ്ററുകൾ ചെയ്താൽ വലിയ കുഴപ്പമില്ല, നല്ല ഒരു ബിസിനസ് ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ നാട്ടിൽ എൻ്റെ ഒരു സ്ഥലം ഞാനന്ന് തിയേറ്ററിന് വേണ്ടി വാങ്ങിച്ചതല്ല, ആക്ച്വലി കവലയിൽ ഒരു ന്യായമായ ഒരു വില കിട്ടിയപ്പോൾ ഞാനൊരു സ്ഥലം വാങ്ങിക്കുകയാണ്. അപ്പോൾ അത് തിയേറ്ററിലേക്ക് ആക്കിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഈ കുഞ്ഞു ഗ്രാമത്തിൽ അതിനുള്ളൊരു സാധ്യതയില്ല എന്ന് പറഞ്ഞ് ആളുകൾ പറഞ്ഞവരെല്ലാം ഇവിടെ എങ്ങനെ തിയേറ്റർ വിജയിക്കും, അത് 3 തിയേറ്റർ എങ്ങനെ വിജയിക്കുമെന്നുള്ള ആശങ്കകളൊക്കെ ആൾക്കാർ പറഞ്ഞെങ്കിലും എന്നിലെ കോൺഫിഡൻസ് ഞാൻ എല്ലാത്തിലും എടുത്ത് ഈ ബിസിനസ് കാര്യങ്ങളിലൊക്കെ കുറേ എടുത്തിയാട്ടമുണ്ട്. അപ്പം തിയേറ്റർ നമ്മൾ പണി സ്റ്റാർട്ട് ചെയ്തു, ഉദ്ദേശിച്ചതിനെ കൂടുതൽ തുകയായി. അപ്പോൾ എനിക്ക് തിയേറ്റർ പണിതിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബഡ്ജറ്റ് ഇതിനേക്കാൾ ഒരുപാട് തുക കൂടി, അവിടെ ഷോപ്പിംഗ് ഏരിയയും കൂടെ കൂട്ടി, തിയേറ്റർ മാത്രമാണ് അങ്ങനെ ആകത്തില്ല. അപ്പോൾ നാട്ടിലൊരു വലിയ സംരംഭം ആകട്ടെ എന്ന് ഓർത്ത് ചെയ്തത്, പക്ഷേ അതിങ്ങനെ കൈവിട്ട് ഉള്ള ബഡ്ജറ്റിൽ പോയി. അത് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തിയേറ്റർ ഓപ്പൺ ചെയ്ത് 3-ാം മാസം ലോക്ക്ഡൗൺ ആയിപ്പോയി. അപ്പോൾ ആ ലോക്ക്ഡൗൺ 2 വർഷം ഞാൻ ഞാൻ ഈ എങ്ങോട്ട് പോകണമെന്നറിയാൻ മേലാത്തൊരു കാലഘട്ടമായിരുന്നു. 2 വർഷമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടം. നമ്മളൊന്ന് സക്സസ് ആയി വന്നതിന് ശേഷം ഒരു വലിയ വീഴ്ച എന്ന് പറഞ്ഞാൽ വലിയ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. ഈ വലിയ ഒരു ലോണൊക്കെ എടുത്തായിരിക്കുമല്ലോ തുടങ്ങി. വലിയ ലോണായിരുന്നു. ഞാൻ ഒരുപാട് ആ സമയത്ത് തിയേറ്റർ പണിത് തന്നെ ആളുകൾക്കെല്ലാം കാശ് സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. അതൊന്നും പറ്റാതെ വന്നു. ഞാൻ എൻ്റെ വലിയൊരു ഡയറി എടുത്തു വച്ചിട്ട് 25-ലധികം ആളുകൾക്ക് കൊടുക്കാനായിട്ടുള്ള തുക, കോടികളുടെ ബാധ്യതയിലിട്ട് ഞാൻ വന്നു. ഇവിടെ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് എനിക്ക് തോന്നുന്നു അവിടെ പലിശ തന്നെ 80 ലക്ഷം രൂപ പലിശ മാത്രമായിട്ട്. അങ്ങനെ ഞാനൊരു വലിയ കുഴിയിലേക്ക് വീണു. പിന്നെ ടാക്സ് അടയ്ക്കാൻ, പഞ്ചായത്തിലെ ടാക്സ് അടയ്ക്കാൻ, അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന ഒരു സമയമായിരുന്നു. 24 മണിക്കൂർ 18 മണിക്കൂറും ജോലി ചെയ്യാൻ തുടങ്ങി, കഷ്ടപ്പെടാൻ തുടങ്ങി. എൻ്റെ സെക്യൂരിറ്റി ബിസിനസ്സിലെല്ലാം വലിയ താഴ്ച. കോവിഡ് സമയമാകുമ്പോൾ 10 സെക്യൂരിറ്റി വേണ്ടിടത്ത് 1 സെക്യൂരിറ്റി ആയി. അങ്ങനെ അതിലെല്ലാം വലിയ കുറവുണ്ടായി. തിയേറ്റർ വീണ്ടും ഉണരാൻ തുടങ്ങി. അങ്ങനെ ഉണർന്നപ്പോൾ നമ്മുടെ കടങ്ങളെല്ലാം ഒന്നൊന്നായി നമുക്ക് തീർക്കാനായിട്ട്, ഇപ്പോൾ കടം മുഴുവൻ തീർന്നെന്നല്ല, തീർക്കാൻ പറ്റി. പഞ്ചായത്തിലൊക്കെ നമുക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നു. അതെല്ലാം പഞ്ചായത്തിൽ മാത്രം പലിശ അടച്ചു 10 ലക്ഷം രൂപ പലിശ മാത്രം അടച്ചു. അപ്പോൾ അങ്ങനെ അതെല്ലാം തീർത്ത് ഇപ്പോൾ ഏതാണ്ട് തീർത്തുകൊണ്ട് ഇരിക്കുന്നു. ഇപ്പം ചെറിയ ചെറിയ ബാധ്യതയേ ഉള്ളൂ. അതെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള കടങ്ങളെല്ലാം തീർത്ത് ഒരു സേഫ് സോണിലേക്ക് വീണ്ടും കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ അടുത്തൊരു തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഒരു അധികമില്ല, കുറച്ച് തിയേറ്ററുകൾ ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. തിയേറ്ററിനെ വലിയ ആളുകൾ നന്നായിട്ട് സ്വീകരിച്ചു. അത് വലിയ വിജയമായി. ഒരുപാട് സന്തോഷമുണ്ട്. പള്ളിക്കത്തോട്ടിലെ തിയേറ്ററല്ലേ നമ്മുടെ ആദ്യത്തെ തിയേറ്റർ? പള്ളിക്കത്തോട്ടിലാണ് നമ്മുടെ ആദ്യത്തെ. എത്ര സ്ക്രീൻ ഉണ്ട്? 3 സ്ക്രീനാണുള്ളത്. ഇപ്പോൾ കറുകച്ചാലിൽ വരുന്ന 2 സ്ക്രീനാണ്. ആ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സ്ക്രീനാണ്. 54 അടി ആണ് അതിൻ്റെ വീതി വരുന്നത്. പിന്നെ അറ്റ്മോസ് ആണ്, 4K ആണ്. പിന്നെ ഒത്തിരി ആധുനികമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പാർക്കിങ്ങിന് വലിയൊരു ഏരിയ, 150-ലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് തന്നെ നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനം പ്രതീക്ഷ. ഞാൻ ശരിക്കും ഓണത്തിന് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്തെങ്കിലും തുടർച്ചയായി 4 മാസം, മെയ് മാസം തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ട് ഞങ്ങളുടെ റൂഫിംഗ് വർക്കിനൊക്കെ ഇച്ചിരി താമസം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും പൂജയ്ക്കാണ് നമ്മൾ 1 മാസം, ഒക്ടോബർ 2-ാം തീയതി വിജയദശമി ദിനത്തിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ദൈവം സഹായിച്ചാൽ ആ രീതിയിൽ പണി പുരോഗമിക്കുന്നുണ്ട്. പിന്നെ മല്ലപ്പള്ളിയിൽ 2 സ്ക്രീനിൻ്റെ 28-ാം തീയതി അതിന് കല്ലിടുകയാണ്. അത് പിന്നെ ഒരു ബിൽഡിങ് ഒരാൾ ബിൽഡിങ് അവരുടെ കൊമേഴ്സിൽ കൂട്ടി, ചെറിയ ഷോപ്പിംഗ് ഏരിയ കൂട്ടി അവർ പണിയാണ്. തിയേറ്റർ നമ്മുടെ 2 അതിൻ്റെ അകത്ത് വരും. അവരാണ്. അത് റെൻ്റലാണ്. രണ്ടും റെൻ്റലാണ്. ബിൽഡിങ് അവർ പണിത് തരികയാണ്. കറിച്ചാലിൽ നമ്മൾ ഓൺ കൺസ്ട്രക്ഷനാണ്. അങ്ങനെ ഇതാണ് നിലവിലുള്ള പ്ലാനുകൾ. ഇപ്പം ഇതിലൂടെ എത്ര പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട് തിയേറ്ററിൽ മാത്രം? പള്ളിക്കത്തോട്ടിലെ തിയേറ്ററും നമുക്ക് അവിടെ ഒരു ബേക്കറി ഉണ്ട്. പിന്നെ മറ്റ് ചില സ്ഥാപനങ്ങൾ തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ റൂംസ് ഉണ്ട്. അങ്ങനെ തിയേറ്ററിൽ എല്ലാം കൂടെ 10-30 പേരുണ്ട്. ഇപ്പോൾ ഇവിടെ കറുകച്ചാലിലും 10-30 പേരുടെ ഉറപ്പായിട്ടും തൊഴിലവസരം ഉണ്ടാവും. ഒരു മലപ്പള്ളിയും കൂടെ ഒരു 100 പേര് തിയേറ്ററിൽ മാത്രം ഉണ്ടാവും. നമ്മൾ ഈ സെക്യൂരിറ്റി സർവീസ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. അപ്പോൾ ആ സെക്യൂരിറ്റി സർവീസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
സത്യത്തിൽ ഞാൻ ജിജിയെ ബന്ധപ്പെടാൻ കാരണം തന്നെ സെക്യൂരിറ്റി സർവീസിൻ്റെ വിശേഷങ്ങൾ ഞാൻ യാദൃശ്ചികമായിട്ട് അറിഞ്ഞിട്ടാണ് ഇത് കണ്ടിരിക്കണം, ജിജിയോടൊന്ന് സംസാരിക്കണം എന്ന് തീരുമാനിച്ചത് തന്നെ. ആക്ച്വലി ഈ തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതലുള്ളൊരു മേഖലയാണ് സെക്യൂരിറ്റി സർവീസ്. സുരക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്ഥാപനങ്ങൾ ഇപ്പം നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ലുലുമാൾ പോലുള്ള വലിയ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങളിൽ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള സെക്യൂരിറ്റി, അതിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ട്രെയിനിങ് കിട്ടിയ നല്ല കമാൻഡോ പോലത്തെ നല്ല സെക്യൂരിറ്റികളെ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം. അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നേന്ന് നമ്മൾ തുടങ്ങിയതാണ്. അത് ഇത്രയും ലെവലിൽ എത്താൻ പറ്റും നമ്മൾ വളരെ റെഫറൻസ് വഴിയാണ് നമുക്ക് ബിസിനസ് വരുന്നത് മുഴുവൻ. ഒരു സ്ഥാപനത്തിൽ കൊടുക്കുന്ന ഏറ്റവും ശക്തമായ സുരക്ഷ, പോലീസിൻ്റെയോ മിലിറ്ററി കൊടുക്കുന്ന പോലെ ഒരു ഫോഴ്സായിട്ടാണ് നമ്മളതിനെ ചെയ്യുന്നത്. അതാണ് എന്നെ ഞാനാക്കിയത്. ആ ബിസിനസ് ആണ് സെക്യൂരിറ്റി സർവീസ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെങ്ങനെയാണ്? CSS എന്നാണ്. ഇത്രയും എല്ലാം നല്ല എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാഫിംഗ് സൊല്യൂഷൻസ് എന്നാണ്. അതിലൂടെയാണ് നമ്മളായത്. ഞാൻ തിയേറ്ററൊക്കെ രണ്ടാമത്തെ ഒരു ബിസിനസ്സാണ്. അത് പക്ഷേ ഇച്ചിരി ടഫായിട്ടുള്ളൊരു ബിസിനസ്സാണ്. നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. 24 മണിക്കൂറും അതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാം നല്ല മിടുക്കന്മാരായ ജീവനക്കാർ, പട്ടാളക്കാരായിട്ടുള്ളവർ, റിട്ടയർഡ് ഫോഴ്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ് ഈ നോർത്ത് ഇന്ത്യയുടെ എല്ലായിടത്തും 10-18 സ്റ്റേറ്റിലുണ്ട്. അവിടെയെല്ലാം ചെയ്യുന്നു. അതൊരു നന്നായിട്ട് പോകുന്നുണ്ട്. 18 സ്റ്റേറ്റിലായിട്ട് നമുക്ക് എത്ര സെക്യൂരിറ്റി പേഴ്സണൽസ് ഉണ്ട്? ഇപ്പം 3000-ഓളം ജീവനക്കാരാണുള്ളത്. അതിങ്ങനെ ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള റെപ്യൂട്ടഡ് സ്ഥാപനങ്ങൾക്ക് നമ്മൾ സെക്യൂരിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1-2 സ്ഥാപനങ്ങളുടെ ഒന്ന് പറയാമോ? ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടുള്ളത് ലുലു മാൾ, ഫോറം മാൾ അടക്കമുള്ള ഷോപ്പിംഗ് മാളുകൾ, പിന്നെ DLF പോലുള്ള വലിയ ബിൽഡിങ്ങുകൾ. ഞാൻ പറഞ്ഞ ഇതെല്ലാം 100, 250, 300 പേരൊക്കെയുള്ള സ്ഥാപനങ്ങളാണ് അവിടെയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള വലിയ സ്ഥാപനങ്ങളാണ്. പിന്നെ ചെറിയ സ്ഥാപനങ്ങൾ 20, 50. പിന്നെ ഹോട്ടൽസ് ഒരുപാടുണ്ട്. ഹോളിഡേ ഇൻ റമദ പോലുള്ള വലിയ ഹോട്ടൽസ്, 5 സ്റ്റാർ ഹോട്ടൽസ്, ബാങ്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ലുലുവിൻ്റെ കേരളത്തിലെ സ്ഥാപനങ്ങൾക്ക് മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? കേരളത്തിന് വെളിയിലും ചെയ്യുന്നുണ്ട്, കേരളത്തിലും ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ലുലുവിനെ നമുക്ക് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്തൊരു സ്ഥാപനമാണ്. അതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനം അവരുടെ സെക്യൂരിറ്റി സർവീസിന് വേണ്ടി ആശ്രയിക്കുന്നത് ജിജി അഞ്ചാനിയുടെ അദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റൽ സ്റ്റാഫിംഗ് സൊല്യൂഷൻ പോലുള്ള ഒരു സെക്യൂരിറ്റി സർവീസിനെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവരെ എത്രമാത്രം പ്രൊഫഷണലായാണ് അല്ലെങ്കിൽ എത്രമാത്രം റിലയബിൾ ആണ് ഇവരുടെ സർവീസ് എന്ന് വ്യക്തമാക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ യൂസഫ് അലി സാറിൻ്റെ ലുലു ഗ്രൂപ്പൊക്കെ അവരുടെ സെക്യൂരിറ്റി സർവീസിന് വേണ്ടിയിട്ട് ഇവരെ തന്നെ തേടി വരുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഒരു 3000 പേർക്കോളം തൊഴിൽ കൊടുക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? കേരളത്തിനകത്തും പുറത്തുമായിട്ട് 3000 സെക്യൂരിറ്റി പേഴ്സൺസിന് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഇന്ന് തുടങ്ങി ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പല ജോലികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു തിയേറ്റർ തുടങ്ങിയ സമയത്ത് കോവിഡ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ എല്ലാം ഉണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്നൊക്കെ കരകയറി എത്തി നിൽക്കുന്നു. ഇപ്പം ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് എന്ത് തോന്നുന്നു? ഒരു ആത്മവിശ്വാസം എന്താണ്? ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ഈ പല ആളുകളും പ്രതിസന്ധി വരുമ്പോൾ തന്നെ തിരിഞ്ഞോടുന്നവരാണ്. പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. തളരാതെ നമ്മൾ തളരുമ്പോഴും നമ്മളതിനെ ഫേസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. പലപ്പോഴും റിസ്ക് എടുക്കാൻ കുട്ടികൾ, പുതിയ തലമുറ തയ്യാറാകുന്നില്ല. അവർ എങ്ങനെയും പഠിച്ച് വിദേശത്തോട്ട് പോവുക, അവിടെ സെറ്റിൽ ചെയ്യുക. ഇപ്പോൾ പോയ പിള്ളേരെല്ലാം തിരിച്ച് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒന്നും PR കിട്ടുന്നില്ല. ഇവിടെ മര്യാദയ്ക്ക്, ഞാൻ എൻ്റെ പുതിയ തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ആക്രിക്കച്ചവടം ചെയ്താലും നല്ല രീതിയിൽ ചെയ്താൽ ഇവിടെ വിജയിക്കാൻ പറ്റും. അതിനുള്ളൊരു മണ്ണുണ്ട്. അതിനുള്ള ഈ മഹാരാജ്യം മുഴുവൻ കിടക്കുക. കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സ്പേസ് മാത്രം നിങ്ങൾ കണ്ടു ചെയ്യേണ്ട. ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. ഏതിനെയും ഹൈ സ്കെയിൽ ചെയ്യാൻ പറ്റും. മുതൽ മുടക്ക് കുറഞ്ഞ ബിസിനസ്സുകളുണ്ടല്ലോ. സാമ്പത്തികമില്ലാതെ നമുക്കൊരു മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ കൈ നീട്ടേണ്ടതായിട്ട് വരും. അതിനുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു മാറ്റം വരേണ്ട കാലഘട്ടമായി. ഈ സ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകർ. അവർക്ക് എങ്ങനെ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം ഒരു വരുമാനവും ഇല്ലാതെ നടത്താൻ എങ്ങനെ പറ്റും? അപ്പോൾ വരുമാനത്തിനുള്ള ഒരു ബിസിനസ് സംരംഭമോ ജോലിയോ ഒക്കെ കൂടെ കൊണ്ടുനടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പൊതുപ്രവർത്തകനായ സംരംഭകൻ എന്ന് ഞാൻ കൂടെ പറഞ്ഞെങ്കിലും ജിജി അഞ്ചാനി സത്യത്തിൽ എന്താണ്? പൊതുപ്രവർത്തകനാണോ, സംരംഭകനാണോ, എന്താണ്, എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം? അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പൊതുപ്രവർത്തകനായ ബിസിനസ്സുകാരൻ എന്ന് ഉറപ്പായിട്ടും അറിയപ്പെടാനാണ്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും മറ്റുള്ളവരെ സഹായിക്കലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിലേറ്റവും നമ്മളെ അർഹതപ്പെട്ടവരെ അവരുടെ കൂടെ ഉണ്ടാവണം. നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ലെങ്കിൽ
സാധിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യുക, ബാക്കിയുള്ള ആളുകളെയും കൂടെ കൂട്ടി സഹായിക്കുക. ഈ തിയേറ്റർ വ്യവസായവും സെക്യൂരിറ്റി സർവീസും അല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഒരു സംരംഭകനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് അതിലും കൂടെ ഒന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ അവിടെയും കൂടെ എന്തെങ്കിലും എൻ്റെ സംഭാവനകളായിട്ട് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നിയ വേറെ ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമുക്ക് പറ്റിയ പണിയല്ല. ഇഷ്ടം മാത്രമേ ഉള്ളൂ, നമുക്ക് പറ്റിയുള്ളത്. ഞാൻ ഹോട്ടൽ പരിപാടി തുടങ്ങിയായിരുന്നു. ശരി. എറണാകുളത്തും തുടങ്ങി, പള്ളിക്കത്തോട്ടിലും തുടങ്ങി. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് പറ്റുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ അന്നേരം പൂട്ടി. ഇപ്പോൾ അത് വേറെ ആൾക്കാർ കൊടുത്തു, നടത്താൻ അറിയുന്നവർ നടത്തിക്കൂടെ. നമുക്ക് പറ്റുന്ന ബിസിനസ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ പൊതുപ്രവർത്തകനായ സംരംഭകൻ ശ്രീ ജിജി അഞ്ചാനിയുടെ സംരംഭക വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞല്ലോ. ഒരു ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി പലതരം ജോലികൾ ചെയ്ത് പിന്നീട് ഒരു സിനിമയോടുള്ള ഒരു സ്നേഹം കാരണം, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രേമം കാരണം തിയേറ്റർ വ്യവസായത്തിലേക്ക് വന്നത്. കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട്ടുള്ള ഒരു തിയേറ്റർ തുടങ്ങി. ഇപ്പം കറുകച്ചാലിൽ, കോട്ടയം ജില്ലയിൽ തന്നെ കറുകച്ചാലിൽ വിജയദശമിക്ക് പുതിയൊരു തിയേറ്റർ വരുന്നു. മല്ലപ്പള്ളിയിൽ ഒരു തിയേറ്റർ വരാൻ പോകുന്നു. അങ്ങനെ തിയേറ്റർ വ്യവസായത്തിൽ തൻ്റേതായ ഒരു മുദ്ര പതിപ്പിച്ച ഒരു സംരംഭകനാണ്. അതുകൂടാതെ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വന്നത് CSS എന്ന് പേരുള്ള അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി സർവീസിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ്. ലുലു ഗ്രൂപ്പ് പോലെ, നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ലുലു ഗ്രൂപ്പ് പോലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അവരുടെ സെക്യൂരിറ്റി സർവീസിനായിട്ട് തേടി വരണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരിക്കണം, അതിനൊരു റിലയബിൾ ആയിട്ടുള്ളൊരു സർവീസ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജിജിയെ തേടി വന്നത്, ജിജി എന്ന സംരംഭകനെ തേടി വന്നത്. പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് നേരത്തെ തന്നെ ജിജിയെ അറിയാം. സംരംഭകനെ തേടി വന്നത് അങ്ങനെയാണ്. ഈ CSS എന്ന് പറയുന്ന സെക്യൂരിറ്റി സ്റ്റാഫിംഗ് സർവീസും അതുകൂടാതെ 3 തിയേറ്ററുകൾ ഇവിടെയെല്ലാമായിട്ട് ഏതാണ്ട് 3100 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭകനാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ശ്രീ ജിജി അഞ്ചാനി. ജിജി അഞ്ചാനിയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും, ഇനി വരാനിരിക്കുന്ന സംരംഭങ്ങൾക്കും, അദ്ദേഹത്തിൻ്റെ മുഴുവൻ ജീവനക്കാർക്കും, കുടുംബാംഗങ്ങൾക്കും, സുഹൃത്തുക്കൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം ജിജി.